വയനാട് മുട്ടിൽ മാണ്ടാട് റവന്യൂ ജിയോളജി വകുപ്പുകളുടെ അനുമതിയില്ലാതെ പാറമട തുടങ്ങാനുള്ള സ്വകാര്യ വ്യക്തിയുടെ നീക്കത്തിനെതിരെ നാട്ടുകാരുടെ പ്രതിഷേധം. പാറമടയുടെ പ്രവർത്തനം പാരിസ്ഥിതിക ആഘാതത്തിന് വഴിവെക്കുമെന്ന വനം വകുപ്പിന്റെ റിപ്പോർട്ട് നിലനിൽക്കെയാണ് മലയിടിച്ച് വഴി നിർമ്മാണം നടക്കുന്നത്. നീരുറവകളും നിരവധി വനവൃക്ഷങ്ങളും അടങ്ങിയ കൃഷിയിടത്തിലൂടെയാണ് വഴി നിർമ്മാണം. 2 വർഷം മുൻപ് സമാനമായ രീതിയിൽ പാറമടയ്ക്കായി നീക്കം നടന്നിരുന്നു. അന്ന് നാട്ടുകാരുടെ പ്രതിഷേധവും വനം വകുപ്പിന്റെ എതിർപ്പും തടസ്സമായതോടെ പദ്ധതി ഉപേക്ഷിച്ചു പോയവർ തന്നെയാണ് വീണ്ടും എത്തിയിരിക്കുന്നത്. മണ്ണുമാന്തി യന്ത്രങ്ങൾക്ക് കലക്ടർ ഏർപ്പെടുത്തിയ നിയന്ത്രണവും അവഗണിക്കുന്നു. മഴക്കാലത്ത് ഉരുൾപൊട്ടുന്ന സ്ഥലത്താണ് കുന്നിടിക്കുന്നത്. ആദിവാസികൾ ഉൾപ്പെടെ 100-ലധികം കുടുംബങ്ങൾ കുടിവെള്ളത്തിനായി ആശ്രയിക്കുന്നതും ഇവിടുന്നുള്ള നീരുറവകളാണ്. താഴെ ഭാഗത്തു നിന്നാണ് ഈ ഒരു തോട് ഉത്ഭവിക്കുന്നത്. ആ തോട് കൂടെ വരുന്ന വെള്ളം ഇപ്പോഴും ഉണ്ട്. അങ്ങനത്തേതായ പരിപാടികൾ ഇവിടെ തുടങ്ങിക്കഴിഞ്ഞാൽ ആ വെള്ളത്തിൻ്റെ സ്രോതസ് കുറയും. പിന്നെ ഒരു 100ഓളം വീട്ടുകാർ ഇതിന് ചുറ്റും താമസിക്കുന്നുണ്ട്. വനാതിർത്തിയിൽ നിന്ന് 1/2 കിലോമീറ്റർ അകലെയാണ് പ്രകൃതിയെ നശിപ്പിച്ചുകൊണ്ടുള്ള പ്രവർത്തനങ്ങൾ അരങ്ങേറുന്നത്. നിർദ്ദിഷ്ട പാറമട മണ്ണൊലിപ്പും ജൈവസമ്പത്തിന് നാശവും സൃഷ്ടിക്കുമെന്ന് വനം വകുപ്പിന്റെ പഠനത്തിൽ പറയുന്നു. മനോരമ ന്യൂസ്, വയനാട്.